ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മളെപ്പോഴും കാണുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു മോഡലാണിത്. ഏകദേശം ഇതൊരു 2-2.5 മീറ്റർ തുണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് അളവെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതേ ഒരു കട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത്രയും ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബോഡി പാർട്ടും പിന്നെ സ്ലീവും പിന്നെ അതിന് ഞെറിവിടാനുള്ളൊരു ഭാഗവും പിന്നെ അതിൻ്റെ അടിയിൽ ഞെറിവിടാനുള്ളൊരു അതും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിന് ലൈനിങ്ങും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ക്വയർ നെക്കാണ് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു 2 ഭാഗത്തായിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റിൽ സ്ക്വയറായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തുണി ഏകദേശം ഒരു 2-2.5 മീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അളന്ന് മുറിച്ചെടുത്ത തുണിയൊന്നുമല്ല, ഒരു കട്ട് പീസായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റമർ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മുട്ടിൻ്റെ അതുവരെയുള്ളൊരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഞെറിവിടാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുട്ടിന് താഴേക്ക് ഒരു 4 ഇഞ്ച് വീതിയിൽ കൂടി നമ്മൾ വീണ്ടും ഒരു ഞെറിവിടാനും കൂടി ഉള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ തുണി ഞെറിവിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് സിബ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് നമ്മൾ ഈ ഒരു സ്ലീവാണ് നമ്മൾ തയ്ക്കുന്നത്. അതായത് നമ്മൾ മുക്കാൽ ലെങ്ത്തിൽ വരുന്ന ഒരു പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സിബ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് കൂടി ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി അടുത്തത് നമുക്ക് ഇത് ഞെറിവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഞെറിവിട്ട് കൊടുക്കാനായിട്ട് ബോഡി പാർട്ടും അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞെറിവിടാനായിട്ട് നമുക്ക് കുറച്ച് തുണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഉള്ള ഞെറിവ് ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വന്നോട്ട് വെച്ചിട്ടാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സാധാ ഒരു ഞെറിവ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അധികം തുണിയൊന്നുമില്ല, ജസ്റ്റ് ഒരു 5-6 ഞെറിവ് ഇടാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് നമുക്ക് ഞെറിവ് കിട്ടിയിട്ടുള്ളത്. അധികം തുണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഞെറിവ് സെൻറ്റർ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് അതിൻ്റെ താഴ്ഭാഗത്തേക്കും കൂടി ഞെറിവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ളൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള തുണി ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞെറിവിട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്രേപ്പ് തുണിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ കുത്തുന്ന ഒരു തുണിയാണെങ്കിൽ അതും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ അളവൊന്ന് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാനൊരു കെട്ടാനുള്ളൊരു വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.